38ാം ദിവസവും സമരം തുടരുന്ന ആശാപ്രവർത്തകരുടെ കണ്ണീർ കാണാതെ സർക്കാർ. ഇന്ന് നടത്തിയ മന്ത്രിതല ചർച്ചയും പരാജയപ്പെട്ടതോടെ നാളെ മുതൽ നിരാഹാര സമരത്തിനൊരുങ്ങുകയാണ് ആശാപ്രവർത്തകർ. മന്ത്രി വീണ ജോർജ് ഒന്നും കേൾക്കാൻ തയ്യാറായില്ലെന്ന് ആശാ വർക്കർമാർ വിമർശിച്ചു. നമ്മുടെ ജീവിത സാഹചര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു, നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെല്ലാം അവർ എടുത്ത് പറഞ്ഞു. അവർ കേൾക്കാൻ തയ്യാറായി. പക്ഷേ NHM മിഷൻ സ്റ്റേറ്റ് കോർഡിനേറ്ററുമായി ഇന്ന് ഉച്ചയ്ക്ക് നടത്തിയ ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞതിന് പിന്നാലെയായിരുന്നു ആരോഗ്യമന്ത്രിയുമായി ചർച്ച നടന്നത്. നാളെ നിരാഹാര സമരം ആരംഭിക്കുമെന്ന് സമരക്കാർ പ്രഖ്യാപിച്ചതിന് പിന്നാലെയായിരുന്നു മന്ത്രിതല ചർച്ച. 300% വർധനവൊക്കെ ആവശ്യപ്പെട്ടാൽ എങ്ങനെ തരും? 1 രൂപയുടെ പോലും വർധനവില്ലാതെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാതെ എങ്ങനെയാണ്? അത് സർക്കാരിന്റെ പ്രാരാബ്ധത്തെക്കുറിച്ച്, സാമ്പത്തിക പരാധീനതയെക്കുറിച്ച് മന്ത്രി എപ്പോഴും പറയുന്ന കാര്യങ്ങൾ, നമ്മൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ആവർത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ആവശ്യങ്ങളൊന്നും അംഗീകരിക്കാതെ സമരം അവസാനിപ്പിക്കണമെന്ന് ആരോഗ്യമന്ത്രി ആവശ്യപ്പെട്ടു. യാഥാർത്ഥ്യബോധത്തോടെ കാര്യങ്ങൾ കാണണമെന്ന ഉപദേശമാണ് മന്ത്രി നൽകിയതെന്ന് ആശാവർക്കർമാർ പറയുന്നു. നിങ്ങൾ എന്ത് ചെയ്താലും ഞങ്ങൾ തരില്ല എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിലല്ലേ മുഖ്യമന്ത്രി ഈ സ്ത്രീകളോട് ഇങ്ങനെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ തീർച്ചയായും അദ്ദേഹം തരത്തില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വാങ്ങിയിട്ടേ പോകും. 38 ദിവസമായിട്ട് അവർ ചുമ്മാ അഴിച്ചു പോകാൻ പറഞ്ഞാൽ അഴിച്ചു പോകാൻ പറ്റുമോ? അപ്പോൾ അവര് ഡിമാൻഡുകൾ അംഗീകരിക്കണ്ടേ? കൊച്ചമ്മേരെ വീട്ടില് വേല ചെയ്തതിന്റെ പൈസയല്ല ഞങ്ങൾ കേൾക്കണത്. ഞങ്ങൾ കഷ്ടപ്പെട്ട് അധ്വാനിക്കണതിന്റെ ഒരു ശമ്പളമാണ് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് ഞങ്ങൾ കേൾക്കുന്നത്. അത് അവർ തന്നേ പറ്റുള്ളൂ. കണ്ണിൽ പൊടിയിടാനുള്ള ഒരു ചർച്ച മാത്രമായിരുന്നു സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്ന് സമരക്കാർ ആരോപിക്കുന്നു. എന്നാൽ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കുകയാണ് മന്ത്രി. കൂടെ ഈ ആഴ്ച കേന്ദ്രമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും വീണ ജോർജ്. കൂട്ടരുതെന്നുള്ള നിലപാടല്ല, നമുക്ക് ഇനി വർദ്ധിപ്പിക്കാനായിട്ട് വർദ്ധിപ്പിക്കണം എന്നുള്ളത് തന്നെയാണ്. ഓണററി സ്റ്റേറ്റ് നൽകുന്നതാണല്ലോ. അതോടൊപ്പം പക്ഷേ ഇപ്പോൾ അത് 3 ഇരട്ടിയായിട്ട് വർദ്ധിപ്പിക്കണമെന്ന് പറയുമ്പോൾ നമുക്കൊരു ജനാധിപത്യപരമായിട്ടുള്ള നിലയിൽ അതിനെ സമീപിക്കണം. എന്നാൽ ആശമാരുടെ കാര്യത്തിൽ നേരത്തെ പറഞ്ഞത് ആവർത്തിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഉന്നതതല സമിതി ആശമാരുടെ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കാൻ ശുപാർശ ചെയ്തിട്ടുണ്ടെന്ന് മന്ത്രി JP നഡ്ഡ ഇന്നും രാജ്യസഭയിൽ അറിയിച്ചു. ആശാവർക്കർമാർക്ക് പിന്തുണയുമായി BJP ഈ മാസം 27-നും 28-നും സെക്രട്ടേറിയറ്റ് നടയിൽ രാപ്പകൽ സമരം സംഘടിപ്പിക്കും. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.